ഞാൻ സൗദി അറേബ്യയിലെ റിയാദിലുള്ള മെട്രോയിൽ കയറാൻ പോകട്ടോ. മെട്രോ ട്രെയിനിൽ നിന്ന് കയറാൻ പോകുന്നു. ഇതാ മെട്രോ ട്രെയിനിൻ്റെ ഉൾഭാഗം, റെയിൽവേ സ്റ്റേഷൻ്റെ ഉൾഭാഗമാണ് ഇതൊക്കെ കേട്ടോ. എനിക്ക് ഇതങ്ങനെ കയറി പോവാ. മെട്രോ റെയിൽവേ സ്റ്റേഷനാണ് റിയാദിലെ. ഇതിനുള്ളിൽ കയറിയിട്ട് നോക്കട്ടെ, വീഡിയോസ് എടുക്കാൻ പറ്റുകയാണെങ്കിൽ കാണിച്ചാറുണ്ട്. ഇതാണ് റിയാദിലെ മെട്രോ സ്റ്റേഷൻ. ഉണ്ടോ? ഇതിലിങ്ങനെ അവിടുന്ന് കാർഡ് വെക്കുക, നമ്മളെ ബാങ്കിൻ്റെ STC പേൻ്റെ അല്ലെങ്കിൽ മറ്റേ ഏത് ബാങ്കിൻ്റെയാണ് വെച്ചാൽ അത് വെക്കുക. ആ കാർഡ് വെച്ചിട്ട് എന്ത് ചെയ്യുക, റെയിൽവേൻ്റെ ട്രാക്കുകൾ സ്റ്റേഷനിൽ വെച്ചതിന് ശേഷം അവിടെ വെച്ച് കാർഡ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 മണിക്കൂർ 4 റിയാലുള്ള യാത്ര ചെയ്യാനും. ഹലോ ഗായ്സ്, ഈ മെട്രോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഡ്രൈവർ ഇല്ലാത്ത റിയാദിലെ യാത്ര ചെയ്യാൻ. ഫസ്റ്റ് ടൈം ബാങ്കിൻ്റെ ATM കാർഡ് വെച്ച് 2 മണിക്കൂർ ബസ്സിൽ യാത്ര ചെയ്യാൻ. 2 കല്ലുള്ളത് ഓരോ സ്റ്റേഷനിൽ യാത്ര ചെയ്യാൻ 2 മണിക്കൂറാണ്. 2 മണിക്കൂർ ഏതിൽ വേണമെങ്കിൽ നമുക്ക് യാത്ര ചെയ്യാം. 4 റിയാലും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നമുക്ക് ഇതിന് എന്ത് ചെയ്യണ്ട, 4 റിയാലിൻ്റെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ വെച്ച് കഴിഞ്ഞാൽ 2 മണിക്കൂർ വരെ നമുക്ക് ഏതിൽ വേണമെങ്കിൽ യാത്ര ചെയ്യാം. പിന്നെ ഡ്രൈവർ ഇല്ലതിൽ പിന്നെ എവിടെ സ്റ്റേഷനിൽ ഇറങ്ങുകയാണെങ്കിൽ അനൗൺസ്മെൻ്റ് ഉണ്ട്, എഴുതി കാണിക്കുകയും ചെയ്യും. അങ്ങനെ സുഖമായിട്ട് നല്ല സുഖയാത്ര, എല്ലാ മുന്നോട്ടും ടച്ചാണ്. ഡ്രൈവർ ഇല്ലാത്ത വണ്ടി മെട്രോയിലെ യാത്ര ചെയ്യാൻ താഴെ കൂടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ നമുക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ട്രെയിന് റിയാദിൽ എല്ലാ ഭാഗത്തും ഉണ്ട്. അപ്പോൾ പലയിടത്തും പല കളർ ട്രെയിനാണ്, പിങ്ക്, ചോപ്പ്, നീല എന്ന് പറഞ്ഞിട്ട്. ഇത് ഒരു ഭാഗത്തേക്ക് പോകുന്നതാണ്, മറ്റേ ഭാഗത്ത് വേറെ വഴിക്കുണ്ട്. അപ്പോൾ ഏത് സ്റ്റേഷനിലും എല്ലാ മെട്രോയും തമ്മിൽ ടച്ച് ചെയ്യുന്നുണ്ട്. എവിടെ വേണമെങ്കിൽ നമുക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഉദ്ദേശിച്ച സ്ഥലത്ത് എത്താൻ കഴിയും. ട്രെയിനൊന്ന് മാറി കയറുന്നതിനപ്പോൾ എന്നാലും നമുക്ക് ഉദ്ദേശിച്ച സ്ഥലത്ത് എത്താൻ കഴിയും. 2 മണിക്കൂർ യാത്ര ചെയ്യാം 4 റിയാൽ കൊടുത്താൽ. അത് ഇനി ഇതിൽ മറ്റൊരു ട്രെയിനിലെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ബസ്സിന് കയറി പോയാലും ആ 4 റിയാലിന് മതി. 2 റിയാൽ 2 മണിക്കൂർ ഏത് വണ്ടിയിൽ വേണമെങ്കിൽ നമുക്ക് യാത്ര ചെയ്യാം. അതാണ് ഇവിടുത്തെ പ്രത്യേകത. എല്ലാ കാഴ്ചകളും കാണാം. കാരണം സ്റ്റേഷനിൽ ഓരോ സ്റ്റേഷനിലെത്തുമ്പോൾ നിർത്തുകയും ചെയ്യും. നിർത്തുമ്പോൾ അവിടെ അനൗൺസ്മെൻറ്റ് ചെയ്ത് ഇന്ന സ്റ്റേഷനാണ്, ഇന്നതാണ്, അതിന് മാപ്പും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് സുഖമാണ് യാത്ര ചെയ്യാൻ. ഒരു പേടിയില്ല, നല്ല യാത്രയാണ്. തിരക്കായി തുടങ്ങിയിട്ടില്ല, നല്ല ആളായി തുടങ്ങി. നല്ല കാഴ്ച, നല്ലൊരു നമ്മളെ ഇന്ത്യയിലത്തെ മാതിരിയുള്ള മെട്രോ അല്ല. ഡ്രൈവർ ഇല്ല ഈ സംഭവത്തിന്, ഡ്രൈവർ ഇല്ലാത്ത മെട്രോ ആണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മളാൾ കയറുക, ഒരു ഭാഗത്ത് സെക്ഷനിൽ പെണ്ണുങ്ങളും ഒരു സെക്ഷനിൽ ആണുങ്ങളും, പിന്നെ ഫസ്റ്റ് ക്ലാസ്സും. ഇങ്ങനെയാണ് ഇതിൻ്റെ സെക്ഷൻ വരുന്നത്. എല്ലാം ആ 2 ബോഗിയുള്ളൂ. ആ 2 ബോഗിയിൽ ഇങ്ങനെ 3 സെക്ഷനായി തിരിച്ചിട്ടാണ് ഇത് യാത്ര ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.